വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹെസക്കിയ രാജാവ് പുരോഹിത ശ്രേഷ്ഠന്മാരെയും തൻ്റെ ജോലിക്കാരെയും ചാക്കുടുപ്പിച്ച് യെശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചു. ഹെസക്കിയ പറഞ്ഞതനുസരിച്ച് അവർ യെശയ്യാ പ്രവാചകനോട് അസറിയ രാജാവിൻ്റെ ദൈവദൂഷണവും ദൈവഭയമില്ലായ്മയും വിവരിച്ചതോടൊപ്പം അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും അപേക്ഷിച്ചു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, അസറിയ രാജാവിൻ്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ അവനിൽ ഒരാത്മാവിനെ നിവേശിപ്പിക്കും. കിംവദന്തികൾ കേട്ടവൻ സ്വദേശത്തേക്ക് മടങ്ങും. അവിടെ വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. ഹെസക്കിയ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, കെരൂബുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്നാണ് ദൈവം. അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവെ ചെവിക്കൊള്ളണമേ, കർത്താവെ കടാക്ഷിക്കണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സന്നാകെരീബ് പറഞ്ഞ വാക്ക് കേട്ടാലും. 2 രാജാക്കന്മാർ 19-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസറിയ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. അസറിയ രാജാവായ സന്നാകെരീബ് അവിടെ നിന്ന് നിനവയിലേക്ക് പോയി. തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമലേക്കും ഷരേസറും കൂടി അവനെ വാൾകൊണ്ട് വെട്ടിക്കൊന്നതിന് ശേഷം അവർ അറാറത്ത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തപ്പോൾ യെശയ്യാ പ്രവാചകൻ അടുത്തു വന്നു. അവൻ അധികം വൈകാതെ മരിക്കുമെന്ന് പറഞ്ഞു. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവ് തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. അസറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും. എന്നെയും എൻ്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.